നാണം. ഞങ്ങൾക്ക് നാണമാണ് ഗൈസ്, നാണം. ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടില്ല. എല്ലാവരെയും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. കുളി ഞാൻ എന്നും കഴിഞ്ഞിട്ടില്ല. അടുക്കളയിൽ ഇഷ്ടംമാതിരി പണിയുണ്ട്. കുറച്ചങ്ങ് ഒതുങ്ങട്ടെ, എന്നിട്ടേ ബാക്കിയുള്ളൂ. എൻ്റെ അച്ചൂസ് എന്നത്തെമാരി തന്നെ എന്നെ വികൃതി അടിച്ചു. എൻ്റെ 2 ചിത്തം കേട്ട് കഴിഞ്ഞാലാണ് അവൻ പല്ലേക്കും ചായ കുടിക്കാൻ വരികയൊക്കെ ചെയ്യുള്ളൂ. അവനെൻ്റെ അച്ഛൻ്റെ പൊക്കണക്കുപ്പായ ഇട്ടിട്ട് നിങ്ങൾക്ക് അത് അച്ഛനാണെന്ന് മനസ്സിലായോ ഇല്ലേന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. നമുക്ക് ടിഫൻ വന്നിട്ട് പുട്ടാണ്, എളുപ്പമായിക്കോട്ടെ എന്ന് ഓർത്താൽ തന്നെ തീരുമാനിച്ച് വെച്ചാണ്. അമ്പലത്തിൽ പോകണ്ടല്ലേ, ഇതാകുമ്പോൾ നമുക്ക് കറിയൊന്നും ആക്കണ്ട. പപ്പടം കാച്ചിയതുണ്ട്, പിന്നെ ചെറുപഴവും വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പത്തേക്ക് നമ്മളെ മീൻകാരനൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മീനൊന്നും മേടിക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ അമ്പലത്തിലൊക്കെ പോകണ്ടല്ലേ. അത് മാത്രമല്ല കേട്ടോ, ഉച്ചയാകുമ്പോഴത്തേക്കുള്ള ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് പാഴ്സലായി കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തിക്കോളും. അച്ചൂസ് ഉണ്ടല്ലോ നിറത്തെറ്റി പോയല്ലേ, അപ്പം എൻ്റെ അടുത്ത് മിണ്ടാൻ വേണ്ടി പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അച്ചൂട്ടൻ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ. തെറ്റിക്കഴിഞ്ഞാൽ മിണ്ടുന്ന വരയ്ക്കും എൻ്റെ പുറകെ നടക്കും. അമ്പലത്തിലൊക്കെ പോകണ്ടല്ലേ, പെട്ടെന്ന് പണി വെക്കാൻ വേണ്ടി എണീച്ചും പാടി ഞാൻ കൈയൊക്കെ അടിച്ചു വിട്ടു കേട്ടോ. അടിച്ചു വരണ എൻ്റെ തൊട്ട് പുറകെയായിട്ട് അരി തൊടവടി കൊണ്ട് അങ്ങനെയായിട്ട് വീശി വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 പണിയും പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാനും പറ്റി. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് വന്നേ. അപ്പോഴത്തേക്കും തീ ഓഫാക്കി വെച്ചായിരുന്നു ഉണ്ണിയോളം കേട്ടോ. എന്തായോ എന്നൊക്കെ ഒന്ന് നോക്കിയാണ്. കറക്റ്റായിട്ടൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഡ്ഡലി പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ, വേഗം ആവുമല്ലോ. അപ്പം അതെല്ലാം ആക്കി അപ്പോഴത്തേക്കും ആച്ചൂസും ആദ്യം കുളിച്ചു വന്നു. ഈ അടുക്കളയിൽ ഞാൻ ഉപയോഗിക്കുന്ന കൈക്കലായ അപ്പുറത്തെ അടുക്കളയിൽ പെട്ടിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ആ ഇഡ്ഡലിത്തട്ട അങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് കൈ ഇത്തിരി ഒന്ന് പൊള്ളിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഏത് നേരം എൻ്റെ കയ്യിൽ പൊള്ളിയ പാടുള്ളൂ കേട്ടോ. എൻ്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. ടാറ്റു ഒക്കെ അടിച്ച മാതിരിയാ. ചില വീഡിയോസിലും ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. പണ്ടുള്ളവരൊക്കെ പറയും പൊള്ളിക്കഴിഞ്ഞാൽ ഭാഗ്യം പോകുന്നൊക്കെ. അതൊന്നല്ല, നമ്മുടെ ശ്രദ്ധ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാണ്ട് ഈ ശ്രദ്ധിക്കാണ്ട് അവിടെ ഇവിടെ പാത്രം തട്ടി കയ്യിൽ പോറിയിട്ട് ഭാഗ്യം പോകുന്നതും പേടിച്ചിരുന്നാൽ വല്ല നടക്കുമോ? അല്ലാതെ പൊള്ളുന്നതും ഒക്കെ നമ്മുടെ ഒരു അശ്രദ്ധയും അല്ലെങ്കിൽ കഷ്ടകാലം കൊണ്ടാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമ്മുടെ തൊട്ട് മുന്നിലുള്ള വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ ടൗണിൽ പോയപ്പോൾ ചൂട്ടിന്റെ ബാഗ് മേടിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രഹസനാണ് ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുതിയത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമല്ലോ. കൈക്കെല്ലാം നോക്കിയോടത്തൊന്നും കാണാത്തോണ്ടാണ് ഞാൻ മാറി വൃത്തിയായിട്ടൊരു പരിപാടി കാട്ടണം കേട്ടോ. നല്ല റിസ്ക് എടുത്ത പരിപാടിയാണ്, ആരും അനുകരിക്കരുത്. ഞങ്ങൾ അമ്മമാർക്ക് പിന്നെ ഇതൊക്കെ സിമ്പിളാണ്. എന്നാലും തലമണ്ട നല്ലതായതുകൊണ്ട് പണി എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഉടായ്പ പരിപാടി ഒന്നും ചെയ്തേക്കല്ലേ. കൈക്കല കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പിടുത്തമുള്ള സാധനം ഉണ്ടാവില്ല ഒരു കമ്പിയുടെ, അതുകൊണ്ടൊക്കെ മാത്രം പാത്രങ്ങളൊക്കെ ചേരിക്കുക. അച്ചൂസ് കുളി കഴിഞ്ഞ് വന്നതാണ്. ചെക്കൻ എല്ലാം പോലെ പൗഡർ ഇടില്ല, ഒരുങ്ങൂല, എപ്പോഴും പറയല്ലേ. അവരൊരു കുപ്പായിട്ട് വരും. ഇപ്പം ഞാൻ ആട്ടി വിട്ടിയാണ് കേട്ടോ. നല്ല സുന്ദര കുട്ടനായിട്ടൊന്ന് ഒരുങ്ങി വാന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചായയൊക്കെ കുടിച്ചേ. ഞങ്ങളപ്പോൾ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. പരീക്ഷയൊക്കെ പ്രമാണിച്ച് നമ്മൾ ഭഗവാനെയൊക്കെ കണ്ടിട്ടൊന്ന് അനുഗ്രഹമൊക്കെ നേരിട്ട് മേടിക്കാമല്ലോ. അല്ല, അതുകൊണ്ടൊരു കാര്യമില്ല, വീട്ടിൽ നിന്ന് പഠിക്കണം, അത് നടക്കണേ ഇല്ല. അതും വേണം കൂട്ടത്തിൽ. എനിക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഭഗവാന്റെ അടുത്ത് പറയാനുണ്ട്. നമ്മുടെ സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയണ മാതിരി തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്തും പറയണം. അപ്പോഴാണ് ഒരു മനസ്സുഖം കിട്ടുള്ളൂ. എന്തുണ്ടാണേ എന്താ ഇതെന്താണ് തലപിടി തീർത്തു. ഞാനിപ്പോ ഒരു വക്കീലിന്റെ മാരിയായിട്ടുണ്ട്. വക്കീലിന്റെ അല്ല, ആരെ മാരി അറിയാം, പോലീസിന്റെ അല്ലേ. നിന്റെ അച്ചോട്ടൻ പാത്രക്കാരന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. കണ്ടോളും കേസ് അമ്പലത്തോടെ നല്ല ചിത്തിലറി. പണിക്ക് പോകേണ്ട എന്റെ കുട്ടി അന്തസ് അങ്ങനെ വാ അടുക്കളയിൽ നിട്ടോ ചീന്തൊക്കെ പണ്ടത്തെ രീതിയിലേക്ക് ഇഷ്ടമല്ല. ഞാൻ പണ്ട സ്കൂളിൽ പോകുമ്പോൾ ഇന്ത്യന്ന് അങ്ങനെയല്ലേ ഇങ്ങോട്ട് സീഡിക്ക്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരു പരിധി പ്രായം വരെയാണ് നമ്മളമ്മമാരെ മുടിയും അങ്ങോട്ട് തൊടിയിക്കുള്ളൂ അല്ലേ. ഇവിടെയും അതന്നെയാണ് അവസ്ഥ. അപ്പം രസമുണ്ട്. നമ്മുടെ മുണ്ടേക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോണത്. മുന്നേ ഞാൻ അവിടെ പോയിട്ടൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, സ്വാമി ഭിക്ഷ കഴിക്കാൻ പോയത്. അത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് അവിടുത്തെ നല്ല കാഴ്ചകളൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ആക്കിയെടുക്കാം. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ അമ്പലത്തിൽ പോകണം. എനിക്ക് പറ്റാത്ത സമയത്ത് ഇവർക്ക് ഉണ്ടാക്കും പോവാല്ലോ. ഇനി പറഞ്ഞാൽ പറ്റി കേൾക്കൂലേ, അല്ല പറ്റുകളെ പറയണ്ട, തീരുമാനിക്കുക. അല്ലാണ്ട് ഞാനും അത് കൃത്യമായിട്ട് ചെയ്യില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്, എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അമ്പലത്തിൽ പോവും. ശനിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസം, അമ്മയ്ക്ക് പറ്റാത്ത ദിവസം നിങ്ങൾ രണ്ടുപേരും പോകണം. ഓക്കെ അല്ലേ?
ഇപ്പൊക്കെ എവിടെ പോണേലും അമ്മ വേണം, എപ്പോഴും അങ്ങനെ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞ് മുതാമ്പുറത്ത് 2 കുത്തു കൊടുത്തതാണ്. ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ് കേട്ടാ. നടന്നിട്ടാണേ പോണത്. അങ്ങടും ഇങ്ങടും നടക്കാം. അയ്യോ എത്ര പട്ടിയും കുട്ടികളോ നോക്കിയൊക്കെ. വരുമ്പോ ഒന്നും വാങ്ങിച്ചില്ല. അപ്പൊ നിങ്ങളെല്ലാരും നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. ഒരു വണ്ടി വരണ്ടേ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നാണം, ഞങ്ങൾക്ക് നാണമാണ് ഗൈസ്, നാണം. അണക്കില്ല, അയക്കിന്റെ കുട്ടിക്കില്ലേ? പറയണോക്കടാ. ജാമ്പവാന്റെ കാലത്തുള്ള സാരിയാണെങ്കിലും ഉടുത്തില്ലേ? എൻ്റെ സാരിയെ പറ്റിയൊന്നും ആരും പ്രത്യേകിച്ച് അഭിപ്രായം പറയൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞതാണ്. നമ്മുടെ മുണ്ടേക്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. ഒറ്റ നീളം തന്നെ ഉള്ളൂ. ഈ പറഞ്ഞങ്ങോട്ട് മെയിൻ റോഡ് ടച്ച് ചെയ്യണമെന്ന് മാത്രം, വിറക് മുറിക്കാനായിട്ട്, അത്രയേ ഉള്ളൂ. ഈ അമ്പലത്തിൻ്റെ നാലുപുറം കാണാൻ എൻ്റെ ഒരു ചന്ത അറിയോ. ശരിക്ക് എല്ലാ ആൽബമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. അത്രയും ഭംഗിയാട്ടോ. നടുപ്പാടത്ത് ഒരമ്പലം. ഇപ്പോൾ 2-3 വട്ടിയായി ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വീടിൻ്റെ മതിലയിൽ ഇങ്ങനെ മയിൽ ഇരിക്കുന്നത് കണ്ടിട്ട്. എന്ന് വെച്ചാൽ അവർ അരി എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ആ ഒരു മതിലിൻ്റെ മേലെ. അപ്പോൾ അതിങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നെയാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ ആട്ടി ഒലച്ചിട്ടൊക്കെയാണ് എൻ്റെ ചക്കൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് ബ്ലറായ മാതിരിയാണ്. വൃത്തിക്കുമ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ചില സമയത്ത് എൻ്റെ വീഡിയോഗ്രാഫർ വെറും ഉടായിപ്പനാണ്. ചില സമയത്ത് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. കുറച്ച് നല്ലോണം നേരത്തെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ ഇവിടെയൊക്കെ അല്ലേ. അമ്പലക്കുളത്തെ വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങിയ പോലെയാണ് കിടക്കുന്നത്. എൻ്റെ നാവോ അങ്ങനെ. സിദ്ധാർത്ഥ് ചിത്തിര, ആദിത്യൻ ഉത്രാടം. സ്കൂളിൽ പോണ കുട്ടികളുടെ പേരിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് സാരസ്വത പുഷ്പാഞ്ജലി കേട്ടോ. അപ്പോൾ ഞാൻ അധികം അത് അവരുടെ പേരിൽ കഴിക്കലുണ്ട്. പിന്നെ പുഷ്പാഞ്ജലി കഴിച്ചു എൻ്റെയും ഏട്ടൻ്റെയും ഉണ്ണികളുടെ ഒക്കെ പേരിൽ. പിന്നെ അടുത്ത മാസത്തേക്ക് ഒരു കാര്യസാധ്യം കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ. അതിനും എന്തെങ്കിലും വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യസാധ്യ പുഷ്പാഞ്ജലിക്ക് പ്രസാദം നല്ല പായസമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അന്നൊരു തൂക്കുപാത്രമൊക്കെ എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഭഗവാനെ കൺകുളിർക്കെ മനം കുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ച് സമാധാനമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ പറഞ്ഞതും കൂട്ട് കുറേ നേരം നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സർവേശ്വരൻ എല്ലാം നടത്തി തരട്ടെ അല്ലേ. ആർക്കും ഒരു ആപത്തും ഉണ്ടാവരുത്, നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ദീർഘായുസ് തരട്ടെ. പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. പിന്നെ ഉള്ളൂ ബാക്കിയൊക്കെ, അതല്ലേ ആദ്യം വേണ്ടതല്ലേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. ശരിക്കും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും അല്ലേ. ശരിക്കും അത് ഫീൽ ചെയ്തു ഞാനിന്ന്. അത്ര ഇഷ്ടമായിട്ടോ അമ്പലത്തിൽ പോയപ്പോൾ. ഇത്രയും ഒരു സന്തോഷമായെന്ന് പറയാം. തിരിച്ചു വന്നപ്പോൾ ഏട്ടൻ കിണർ പണിക്ക് പോകാൻ വേണ്ടി നിന്നെയാണ്. വണ്ടിയിൽ കണ്ടില്ലേ മുളയൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏട്ടന് ഞാൻ എന്താക്കി, ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പുട്ടില്ലേ, അതും പഴവും പപ്പടവും കാച്ചിയൊക്കെ അങ്ങോട്ട് കൊടുത്തു. ഓർക്ക് വേഗം പോകണ്ടല്ലേ. പിന്നെ എനിക്കും ആദ്യക്കുള്ളത് ഇപ്പം ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഏട്ടൻ നേരത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണേ. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും എന്ന് ഓർത്തില്ല. ഉണ്ണികൾക്ക് വന്നേ പാട് വിശക്കുന്നു വിചാരിച്ച് ഞാൻ 2 തട്ട് ഇഡ്ഡലിപ്പുട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അമ്പലത്തിലൊക്കെ പോയി വന്നു. ഒരു ട്രിപ്പ് ഞാൻ പുട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഏട്ടനും അച്ചൂട്ടിനും ഉള്ളതുണ്ട്. ഞാൻ ആദ്യക്ക് ഇട്ടുള്ളത് ആയിട്ട് വേണം. ആദ്യക്ക് വേണമെങ്കിൽ കുഞ്ഞേ 2 ഇഡ്ഡലിപ്പുട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തോടക്കമ്മൽ മാത്രമേ അഴിച്ചു വെച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു ഷോർട്സോ റീൽസൊക്കെ ചെയ്തിട്ടാണ് ഈ സാരി മാറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ റീൽസിനായിട്ട് ഇതൊക്കെ കെട്ടിച്ചിട്ട മടിയല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ മഴയാണെങ്കിൽ, വേറെ കാര്യം. അപ്പോൾ ഈ കുട്ടായിട്ട് എൻ്റെ ഉണ്ണിക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം മാത്രം ഞാൻ ഒരു റീൽസും ഷോർട്സും ചെയ്തിട്ട് നമ്മുടെ മാക്സി ഡ്രസ്സിലേക്ക് പോവുള്ളൂ. ഇന്നിപ്പോൾ ടിഫൻ്റെ പരിപാടി മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. എന്താ അറിയോ, നമ്മൾ ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പം അത് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ഞായറാഴ്ച വ്ളോഗാണ് കേട്ടോ. കുറേ ദിവസം മുന്നേ എടുത്തതാണ്. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി. ഉണ്ണികൾക്ക് പരീക്ഷയും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം തുറന്ന് പാത്രത്തേക്ക് വെക്കണം. അത്യാവശ്യം ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. 4 ആൾക്ക് മതിയാവോളം കഴിക്കാനുള്ളതുണ്ട്. 2 നേരം കഴിക്കാനുള്ളതുണ്ട് എന്ന് പറയാം. എല്ലാവർക്കും അല്ല. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ 4 പേരും വയറ് നിറച്ച് കഴിച്ചു. പെൺകുട്ടി ഉച്ചരിഞ്ഞിട്ട് ഉണ്ണികൾ 2 ആളും കുറേശ്ശേയും കഴിച്ചു. അതിനുള്ളതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി ആയിരുന്നു. കഴിഞ്ഞ ആ മഴക്കാലത്ത് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഒരു വീട് പൊളിയുണ്ടായി, മരം വീണിട്ടേ. അപ്പോൾ അവർക്ക് നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ബിരിയാണി ചലഞ്ചൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2-3 ആളാണെങ്കിൽ അതിനനുസരിച്ച് മേടിച്ചാൽ മതി.
ഫുള്ളിനാണേലും 500 രൂപയാണ്. അപ്പോൾ ഏട്ടൻ അങ്ങനെ ഫുള്ള് ഓർഡറാക്കിയാണ്. കാരണം ഒക്കെ ഈ നോൺ വെജ് ആർത്തിക്കാരല്ലേ, അത് ഡെയിലി 3 നേരം കഴിച്ചാലും ഒരു മടുപ്പും വെറുപ്പും ഞങ്ങൾക്ക് 3ആൾക്കും ഉണ്ടാവില്ല. ഏട്ടന് പക്ഷേ അത്ര ഇഷ്ടമില്ല. ആർക്കും ഒരു നേരമൊക്കെ കഴിച്ചാൽ അടുത്ത നേരം ചോറോ തലേദിവസത്തെ വല്ല കറിയൊക്കെ വേണ്ടുള്ളൂ. വളരെ വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഈ ഒരു മാസം പോസ്റ്റ് ചെയ്ത ഒരു ലോങ് വീഡിയോയ്ക്ക് കുഴപ്പമില്ലാത്ത വ്യൂസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. സബ് ചെയ്യാണ്ട് ഒത്തിരി പേര് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്തും കൂടെ കൂട്ടിയേക്കണേ. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഹെൽപ്പ് ആവുമല്ലോ. നമ്മളെ സബ് ചെയ്തവരുടെ എണ്ണം 26K ഒക്കെ ആയി. പക്ഷെ സബ് ചെയ്തവരാരും നമ്മുടെ ലോങ് വീഡിയോസ് കാണുന്നില്ല. എന്താണാവോ, ലോങ് വീഡിയോ ഇഷ്ടമല്ലായിട്ടായിരിക്കൂലേ? ഇഷ്ടമല്ലേലും വെറുതെ കുറച്ച് നേരമൊക്കെ പറ്റിയാൽ നമ്മുടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇന്ന് ബിരിയാണി ചാലഞ്ച് ഉള്ള കൊണ്ട് തന്നെ രാവിലെ പുട്ടടക്കം എൻ്റെ അച്ഛസ് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. കുമ്പം നിറച്ചും ബിരിയാണി കഴിക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓരോ വണ്ടി വരുമ്പോഴും മുറ്റത്തേക്ക് ഓടി ഇറങ്ങുമായിരുന്നേ, ബിരിയാണി വണ്ടിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണി കിട്ടിയപ്പോൾ അച്ഛനെ വിളിച്ചു നോക്കിയിട്ട്, അപ്പോൾ ഏട്ടൻ കുറച്ച് വൈകിട്ടേ വരുള്ളൂ പറഞ്ഞു. കിണർ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ 4 പേരും കഴിച്ചു. ഞങ്ങൾ 4 പേര് വെച്ചാൽ ഞാനും അച്ഛസ് ആദ്യം നമ്മുടെ പിങ്കൂസുള്ളത് ഒരു കുഞ്ഞു പ്ലേറ്റിലാക്കി വെച്ച് അത് കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കാതിരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണം ഇവിടെ ഇത് തുറന്നപ്പോഴത്തേക്കും പരന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് അവൾ മേലേപ്പാത്തുനിന്ന് ഇങ്ങനെ കൂക്കി ആർക്കുണ്ട് അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും മുപ്പത്തേർക്ക് മനസ്സിലാവും നമുക്ക് കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം തുടങ്ങും കുറയ്ക്കാനായിട്ട്. അവളുടെ കൂട് നമ്മുടെ കോണിക്കൂടിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. എന്നാലും കൂടെ ഇപ്പോൾ ഈ വെയിൽ കാരണം കൊണ്ട് നല്ല ചൂടുണ്ടാവും. താഴത്തേക്ക് എത്രയും പെട്ടെന്ന് അവൾക്കൊരു കൂടാക്കണം. ഇല്ലെങ്കിൽ കോഴിക്കൂട്ടിലേലും കൊടുന്നിടണം. അല്ലാന്നുണ്ടെങ്കിൽ വേനൽക്കാലം കഴിയുമ്പോഴേക്കും എൻ്റെ കുട്ടി മരിയുള്ളൂ. 500 രൂപയാണെങ്കിലും കൂടെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി കേട്ടോ. അതിപ്പോൾ ചിക്കൻ പീസ് ആയാലും റൈസും ചിക്കൻ ഗ്രേവി മിക്സ് ആയിട്ടായിരുന്നില്ല, രണ്ടും ഇങ്ങനെ വെവ്വേറെ ആയിട്ടായിരുന്നു കവറിൽ കേട്ടോ. ഞാനത് വലിയൊരു പാത്രത്തേക്ക് ആക്കി മിക്സ് ആക്കി എടുത്തിയാണ്. മസാല മൊത്തം ബനയണയാണ് ഇവിടെ ഉണ്ണികൾക്കും എനിക്കും ഒക്കെ ഇഷ്ടം. റൈസ് വേറെ മസാല വേറെ ആവുന്നത് വലിയൊരു പിടുത്തമല്ല. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ തൊടിയിലൊരു വാഴക്കൊല വെട്ടാണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ വെട്ടുകയാണ്. എന്താ ഇപ്പോൾ ഇതിന് പറയുമല്ലോ, മാണില്ല കുന്നെന്നോ എന്തോ, എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ നല്ല നീളമുള്ള ഒരു വാഴക്കൊല, പക്ഷേ മൂത്ത മാതിരി അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. വാഴയാണെങ്കിൽ ഒന്നും കൂടെ ഒടിയാറായ ഒരു പരുവമാണ്. അപ്പോൾ പിന്നെ വെട്ടുമല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് ഏട്ടൻ അത് വെട്ടുകയാണ്. ഇത് വെട്ടുമ്പോൾ വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ വാഴയുടെ തണ്ട് മുറിച്ച് അതിൻ്റെ മേലൊരു കവറോ ഇലയൊക്കെ വെച്ച് കെട്ടി ആ ഒരു വാഴയുടെ തണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടിഞ്ഞ് പൊന്തുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഡെയിലി രാവിലെ ഏട്ടനെ കൊണ്ട് കുടിപ്പിക്കണം എന്നുള്ളതാണ്. ഈ മൂത്രത്തിൽ കല്ല് മാറാനായിട്ട് നല്ലൊരു ഔഷധമാണ് അതെന്ന് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതും ഈ വാഴക്കൊല വെട്ടുമ്പോൾ ഉള്ള ഒരു ചിന്തയും വിചാരമൊക്കെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മുടെ വീടിൻ്റെ 4 പുറം മൊത്തത്തിൽ 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് മെനയായിട്ടല്ല കിടക്കണത്. പകുതി മണ്ണും കൂന, പകുതി വഴി, പിന്നെ അപ്പുറത്ത് നമ്മുടെ മണ്ഡപവും കാര്യങ്ങളും എല്ലാം കൂടെ ആവുക കാരണം കൊണ്ട് മതിലില്ലാത്തത് മെയിൻ. എങ്ങനെ നമുക്കൊന്നും കുഴിച്ചിട്ടുണ്ടാക്കാനുള്ളൊരു പരുവമല്ല കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും സ്ഥലപരിമിതിയെ പറ്റിയിട്ട് പറയലുണ്ടല്ലോ. പക്ഷേ ഈയിടെയായിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലത്തൊക്കെ ഒത്തിരി കൃഷി ആൾക്കാർ ചെയ്യണത്. ടെറസിൻ്റെ മേലെ ആയാലും പണ്ടൊക്കെ ഞങ്ങളും ചെയ്തായിരുന്നു ടെറസിൻ്റെ മേലെ കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കമ്മി കൊണ്ടും വെയിലിൻ്റെ കാടിനെ കൊണ്ടും അതൊന്ന് പിന്നാക്കം തിരിഞ്ഞുകയാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പൈപ്പ് ലൈനൊക്കെ ആയിട്ടുണ്ട്. ഒരു ടാങ്കും കൂടെ മേലെ പാത്ത് മേടിച്ച് വെക്കുകയാണെങ്കിൽ ടാങ്കിൽ വെള്ളം വരുമ്പോൾ ഒക്കെ അതിലും പിടിച്ച് വെക്കാം. വല്ലപ്പോഴും ഒക്കെ കിണറ്റിൽ നിന്നും അടിക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിന് വലിയൊരു ക്ഷാമം വരില്ല എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മേലെ പാത്തൊക്കെ വേണേൽ കുറച്ച് പച്ചക്കറികളൊക്കെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടുമല്ലോ. ഇപ്പം തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിൽ നിന്ന് പച്ചമുളക്, വെണ്ട, അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കതൊരു ഒത്തിരി സഹായമായിട്ട് തോന്നും. അപ്പോൾ ശരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളതെല്ലാം നമ്മുടെ തൊടിയിൽ നിന്നും ടെറസും പുറത്തുനിന്നും വീടിൻ്റെ നിലത്തുനിന്നും കിട്ടുകയാണെങ്കിൽ നമുക്കത് വലിയ സഹായവും. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങും ഉണ്ട്. ഏട്ടൻ്റെ മരുന്നുണ്ടാക്കാനുള്ള തത്രപ്പാടാണ് അവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അച്ചൂസിൻ്റെ ആദ്യയുടെയും വല്യച്ഛൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് അവർക്ക് ടേസ്റ്റ് വെക്കാൻ വേണ്ടി കൊടുത്തതാണ്. വീട്ടിൽ ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറ് എന്ന് ഞാൻ എപ്പോഴും പറയില്ലേ, അതുപോലെ ഇന്ന് മൊത്തത്തിൽ എൻ്റെ ഉണ്ണികൾക്ക് അറുമാന്ത ദിവസമാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. അവർക്ക് ഹോട്ടലൊക്കെ ഉണ്ട്, കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് അറിയുന്ന ആളാണ്. നല്ല സ്വാദ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും അത് കഴിച്ചു. പിന്നെ വൈകിട്ടത്തേക്ക് നമ്മൾ ചെറുപയർ കഞ്ഞിയാണ് ആക്കിയത്. എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നല്ല
ഹെവി ഫുഡൊക്കെ കഴിച്ചതല്ലേ. പിന്നെ ഉണ്ണിയോള് ഉച്ചരിഞ്ഞിട്ട് ഇതും കഴിച്ചു. ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന കേക്കൊക്കെ കഴിക്കുകയാണ്. ഇനി നമ്മൾ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മേശപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് സ്ഥലങ്ങളിൽ എടുത്തു വെക്കുന്നതൊക്കെ തത്രപ്പാടാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നെ അവിടെ പിടിച്ച് നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി മിണ്ടാനുള്ള ശ്രമമാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ ചെറുപയർ കഞ്ഞി ആക്കണുണ്ട്. ചെറുപയർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ പേട്ടൻ സാധനം കൊണ്ടുവന്ന കൂട്ടത്തിലാണ് നമുക്ക് അത് കിട്ടി. അപ്പോൾ ചെറുപയറും അരി ഒന്നിച്ച് അങ്ങോട്ട് കഴുകിയിട്ട് നല്ലോണം ഇത്തിരി വെള്ളമൊക്കെ പാർന്ന് കുക്കറിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 വിസിലൊക്കെ വെച്ചാലായിരിക്കും അത് കറക്റ്റായിട്ട് ആവുള്ളേ. അപ്പോൾ നമ്മൾ ഇന്ന് വാഴയൊക്കെ വെട്ടിയില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണിത്തണ്ടൊക്കെ വെട്ടി മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ കവറിൽ കെട്ടി വെച്ചു കേട്ടോ. ഇനി ഒരു ദിവസം വെറുതെ വയ്ക്കുക, പിന്നെ നമുക്ക് വെള്ളപ്പയറൊക്കെ കൂട്ടി വയ്ക്കുക. അങ്ങനെ എങ്ങനെ അത് അകത്ത് ചെന്നാലും നല്ലതാണല്ലോ. വൈകുന്നേരം പഠിക്കാതിരുന്നിട്ട് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇത്തിരി നേരം ഒരു ബ്രേക്കാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ അടുക്കളയിൽ ഇത്തിരി സഹായിക്കുകയൊക്കെ ചെയ്യും. മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വയ്ക്കാനും, അതുപോലെ എണ്ണ പാക്കറ്റൊക്കെയാണ് അത് കുപ്പിയിൽ ഒഴിച്ച് പാരാനും, പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ പാക്കറ്റിലാക്കാനും എനിക്ക് സഹായിക്കും കേട്ടോ. ആൺകുട്ടികളുള്ള അമ്മമാരുണ്ടല്ലോ, കുട്ടികളെ പുസ്തകത്തെ മാത്രം പഠിക്കാൻ നിർബന്ധിക്കാണ്ട് വല്ലപ്പോഴുമൊക്കെ വേറെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ മുന്നേ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെണ്ണുങ്ങളെ ഓരോരുത്തരുടെ ഭാര്യയായി ആരുടെയോ വീട്ടിൽ കയറി ചെന്ന് അവിടുത്തെ മരുമകളായി വേറെ ആരൊക്കെയൊക്കെയോ ആവുമല്ലോ. അന്നേരം നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ദുരനുഭവങ്ങൾ നമുക്ക് കിട്ടിയത് മാതിരി നമ്മുടെ മക്കൾക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാം. അവരെങ്കിലും നമുക്ക് തിരുത്തിയെടുക്കാം അല്ലേ. അപ്പോൾ സ്ത്രീക്ക് നല്ല ബഹുമാനം കൊടുക്കണമെന്നും, അതുപോലെ ഈ കിച്ചൺ എന്ന് പറഞ്ഞ സംഭവം പെണ്ണിന് മാത്രം ഉള്ളതല്ല എന്നും, അതുപോലെ തന്നെ ഒരുപാട് ഹോർമോൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ടൊരു സാധനമാണ് സ്ത്രീയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കൊക്കെ എപ്പോഴെപ്പോഴും ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പെണ്ണിന് പ്രത്യേകം ഒരു കെയറും സ്നേഹമൊക്കെ കൊടുത്ത് ഒരു നാക്കിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ അവളുണ്ടല്ലോ ഇരട്ടിക്ക് സ്നേഹം തന്ന് ആ കുടുംബം എപ്പോഴും സന്തോഷമുള്ളതാക്കി തരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇടങ്കോലിട്ട് ഒരുമാതിരി ക്യാരക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയേ. അപ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടികളെ കെട്ടുകയാണെങ്കിൽ ഒരു നാക്കിൽ നിന്നേക്കണോടാ എന്നൊക്കെ പറയുക. ഈ പറയുന്ന കെട്ടിയന്മാർ മാത്രമല്ല കേട്ടോ, ആ വീട്ടിലുള്ള അമ്മമാരും അച്ഛന്മാരും എല്ലാവരും. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും നമ്മളുമായിട്ട് ഒട്ടും സഹകരിക്കുന്നില്ലേ, പിന്നെ അവരവരെ വഴിക്കങ്ങ് വിടുക. അപ്പോഴും അവരെ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കുകയൊന്നും വേണ്ട. അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ആരോ പ്രസവിച്ച് എവിടെയോ വളർന്ന കുട്ടികളല്ലേ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. നാളെ മറ്റന്നാൾ എനിക്ക് എന്ത് അനുഭവം വരുമെന്ന് അറിയില്ല. മാക്സിമം ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ കാരണം വേറെ ആരും വേദനിക്കില്ല. അത് വാസ്തവമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞ് കാട് കയറിപ്പോയല്ലേ. ഞാനിതാ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി, കൂടെ നല്ല മാങ്ങയും തേങ്ങയും ഉണക്കമുളകൊക്കെ ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി, കുറച്ച് പപ്പടവും വറുത്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടി ഞങ്ങൾ കഞ്ഞിയൊക്കെ അങ്ങ് കുടിച്ചു. എന്നിട്ടൊരു 11:30 ആയപ്പോൾ നമ്മുടെ പൂളക്കൊണ്ടാട്ടല്ലേ അത് വറുത്ത് കട്ടനും ആക്കിയിട്ട് ഞാനും ആദ്യേട്ടനൊക്കെ അതും കുടിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിട്ടല്ല, TV കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട്. പൂളക്കൊണ്ടാട്ടത്തിൻ്റെ ഭയങ്കര ഫാൻസാണ് ഇവിടെ ഉള്ളവർ. കുഞ്ഞു വീഡിയോ ആയിരുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ ഒരു വീഡിയോക്കെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂ ഒക്കെ വന്നേക്കണേ ദൈവമേന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അടുത്തൊരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി നമ്മുടെ ഫാമിലി വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചും കൊണ്ട് വ്ളോഗായിട്ട് വന്നേക്കേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, കൂടെ ഞങ്ങൾക്കും.